തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ബില്ലാണ് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. ചർച്ച നടത്താതെ പാസാക്കിയ ബില്ലിന് അനുമതി നൽകരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവഗണിച്ചാണ് ഗവർണർ ബില്ല് പാസാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു നമുക്കൊപ്പം. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാവിലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലമീൻ. തീർച്ചയായിട്ടും നല്ല അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല, മഴ മുന്നറിയിപ്പുകളുമില്ല, കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. അപ്പൊ ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. ഗവർണർ അല്പം ഒന്ന് മസിൽ അയച്ചു എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ പ്രതിപക്ഷം എതിർത്ത ബില്ലാണ് ഇപ്പോൾ ഗവർണർ പാസ്സാക്കിയിരിക്കുന്നത്, ഒപ്പുവെച്ചിരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കടമ്പ കടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അരുൺകുമാർ. കാരണം അടുത്ത വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂടി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആദ്യം ഓർഡിനൻസ് ഇറക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. അതിന് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ആ ഓർഡിനൻസ് മടക്കി അയച്ചിരുന്നു. പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് മടക്കി അയച്ചിരുന്നത്. സ്വാഭാവികമായും ഗവർണർ ഒരു പോർമുഖം തുറക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ആദ്യം വന്നിരുന്നു. പിന്നീട് ഓർഡിനൻസിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയൊക്കെ വാങ്ങി അതിലേക്ക് വരുന്നത് തടസ്സമായിരുന്നു. പിന്നീട് നിയമസഭാ സമ്മേളനം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഓർഡിനൻസ് മാറ്റി പിന്നെ നിയമസഭയിലേക്ക് ബില്ല് കൊണ്ടുവരികയായിരുന്നു. ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിയ ഒരു സമയത്താണ് സർക്കാർ ഈ ബില്ല് പാസ്സാക്കുന്നത്. അജണ്ടയിൽ ഉണ്ടായിരുന്നത് അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട് ചർച്ചകൾക്കെടുത്ത് പാസ്സാക്കാമെന്നുള്ളായിരുന്നു. പക്ഷേ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു. മറ്റൊരു വിഷയത്തിൽ പ്രതിഷേധം തിരമാല സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിയ സാഹചര്യത്തിൽ അതിനിടയിലൂടെ സർക്കാർ ബില്ല് പാസ്സാക്കുകയും ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. സർക്കാർ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ചർച്ച കൂടാതെ ഏകപക്ഷീയമായി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഗവർണറെ സമീപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവിടെയും ഗവർണർ ഒരു ചവിട്ടേക്കും എന്ന് കരുതിയതാണ്. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ രാത്രിയും ഗവർണർ ആ ബില്ല് ഒപ്പിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഒക്കെ തള്ളിക്കൊണ്ടാണ് ഗവർണർ അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു സംഗതി, മുൻപൊരിക്കലും ഇതേ ബില്ല് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടും സർക്കാർ ബില്ല് കൊണ്ടുവന്നിരുന്നു. അത് നിയമസഭയിൽ പാസ്സാക്കുകയും ചെയ്തിരുന്നു. ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്ക് പോയതാണ്. പിന്നീട് ഈ കോവിഡും മറ്റുമൊക്കെ വന്ന സാഹചര്യത്തിലും അത് ഒപ്പിടാതെ നീണ്ടുപോവുകയും അത് ലാപ്സായി പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് പിന്നീട് വീണ്ടും സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നത്. ഏതായാലും ബില്ല് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. അടുത്ത ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടിയും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡ് അധികമായി വരുന്നു എന്നതാണ് തദ്ദേശ ബില്ല്, വാർഡ് വിഭജന ബില്ലിലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഓരോ മെമ്പർമാർ കൂടി നമുക്ക് ഓരോ പഞ്ചായത്തിലുണ്ടാവും. 10 വാർഡുകളുള്ള പഞ്ചായത്ത് 11 വാർഡുകളായി മാറും. 12 വാർഡുകളുള്ള പഞ്ചായത്തുകൾ ഇനി 13 വാർഡുള്ള പഞ്ചായത്തുകളായിട്ട് മാറും. അല്ലമീനാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നും. പക്ഷേ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർത്തിരുന്നു. പ്രതിപക്ഷം എതിർക്കാനുള്ള കാരണം, സാധാരണ ഭരണപക്ഷത്തിലിരിക്കുമ്പോൾ ഈ പഞ്ചായത്തുകളുടെയൊക്കെ അതിർത്തി നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്താലാണ് എന്ന ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിന് പറയുന്നൊരു പേരുണ്ട്, ജെറി മാൻഡറിങ് എന്ന് പറയും. ഈ ജെറി മാൻഡറിങ് എന്ന് പറയുന്നത് ഈ അതിർത്തികൾ തോണ്ടുന്ന പരിപാടി. എങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസി, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി മാറ്റുന്നതിൻ്റെ പേരാണ് ജെറി മാൻഡറിങ്. അപ്പോൾ ആ ജെറി മാൻഡറിങ് ചെയ്തിട്ടുണ്ട് ഭരണപക്ഷം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഗവർണർ അത് വകവെച്ചിട്ടില്ല. ഗവർണർ ആദ്യം സർക്കാരുമായിട്ട് ഇടഞ്ഞു നിന്നു. ഒടുവിൽ ഗവർണർ വഴങ്ങി സർക്കാർ കടമ്പ കടന്നു. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ടവരെ,